ഓപ്പറേഷൻ നുംഖോർ നമ്മൾ കേട്ടല്ലോ. ഈ ഒരു പദം തന്നെ ഒരു ഭൂട്ടാൻ പദമാണ്. അവിടെ വാഹനങ്ങൾക്ക് ഒരു സൈറ്റ് തന്നെ ഉണ്ട് നുംഖോർ എന്ന് പറഞ്ഞിട്ട്, വാഹനങ്ങൾ ബൈ ചെയ്യാനും സെൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം പ്രമുഖരെ ദുൽഖർ സൽമാൻ പൃഥ്വിരാജിനെ അടക്കം റൈഡ് പോയി വണ്ടികൾ പിടിച്ചെടുത്തു എന്നുള്ള ന്യൂസ് നമ്മൾ എന്തായാലും മുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നമ്മളുടെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനൊരു മെഷീൻ ഇറക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡംബര വാഹനങ്ങൾ, വില കൂടിയ വാഹനങ്ങളൊക്കെ വ്യാജ രജിസ്ട്രേഷനിൽ, അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വണ്ടി രജിസ്ട്രേഷൻ ആണെങ്കിൽ പ്രോപ്പർ അഡ്രസ്സ് വേണം, അതിന് ഡോക്യുമെന്റ്സ് കാണിക്കണം. അതുപോലെ ഓരോ സ്റ്റേറ്റുകളിലും ഓരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്തിട്ട് വേണം ഒരു രജിസ്ട്രേഷൻ നടത്തണമെങ്കിലൊക്കെ. ഇപ്പോൾ ഭൂട്ടാനെ സംബന്ധിച്ച് ഇന്ത്യയേക്കാൾ ടാക്സിന്റെ വേരിയേഷൻസ് ഉള്ളതും, പിന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്ത വണ്ടികളും, അതേപോലെ ഭൂട്ടാൻ മിലിറ്ററി ഉപയോഗിച്ച പല വണ്ടികളും അവിടെ ഇട്ടിട്ട് പോകുന്നത് ഇതുപോലെ ചെറിയ വിലക്ക് എടുത്തിട്ട് വ്യാജ അഡ്രസ്സോട് കൂടിയിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ട് അത് ഹിമാചൽ പ്രദേശിലാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവിടുന്ന് വ്യാജ അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് അത് പിന്നെ റീസെൽ ചെയ്യുന്ന ഒരു പ്രവണത വല്ലാതെ കണ്ടതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു മെഷീനായിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ സെലിബ്രിറ്റീസ്, വിന്റേജ് വണ്ടികൾ ഇഷ്ടപ്പെടുന്നവരും മിലിറ്ററി ഉപയോഗിച്ച വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അങ്ങനെ വാങ്ങിച്ചവരും എടുത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ സെലിബ്രിറ്റീസിനെ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ അറ്റൻഷൻ കിട്ടാനും, അവരാകുമ്പോൾ നമ്മൾ സംസാരിക്കാനും ഒരു ഇടണ്ടായില്ലേ, അതേപോലെ അവർ ഫെമിലാരിറ്റി ഉള്ള ആളുകളെ പെട്ടെന്ന് അവരൊരു പ്രതിയാക്കിയിട്ടല്ല കാണുന്നത്, എങ്കിലും അവർക്ക് ഇത് എങ്ങനെ കിട്ടി, എവിടുന്ന് വാങ്ങി, അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ കൃത്യമായിട്ടും വിവരിച്ച് കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിലുള്ള സമയത്ത് പറയാറുണ്ട്, നമുക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്തൂടെ, അല്ലെങ്കിൽ UP നിന്ന് വണ്ടി എടുത്തൂടെ, അവിടെയൊക്കെ പൈസ കുറവുണ്ട്. കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു ഇന്നോവ കൂട്ടിക്കൊള്ളി, നമ്മളിവിടെ ഒരു 10 ലക്ഷത്തിന് വാങ്ങിക്കണ ഒരു ഇന്നോവ, ഒരു പഴയ മോഡലിൽ നമുക്ക് ഡൽഹിയിൽ നിന്നൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ ചെറിയ പൈസ കിട്ടും, എന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട്. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇതും. ഇത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഇറങ്ങി തിരിച്ച് പ്രമുഖരെ പെട്ടെന്ന് പിടിച്ച് അല്ലെങ്കിൽ അവരെ കൂടെ റൈഡ് ചെന്ന് എന്നുള്ളത് പറയാന്നല്ലാതെ ഇതാണ് സംഭവം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കലി നോക്കുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം ടാക്സ് വെട്ടിപ്പാണ് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ UAE ഒരു വണ്ടി നാട്ടിലേക്ക് ഇറക്കണമെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, കസ്റ്റംസ് ക്ലിയറൻസ്, അവിടെ ഇറക്കുന്നതിന് ഡ്യൂട്ടി, അത് കഴിഞ്ഞ് നമ്മൾ എത്ര മാസമാണോ നിർത്തുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പ്രോസസ്സാണല്ലോ. വണ്ടീനെ പറ്റി അറിയുന്നവർക്കും ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളുന്നില്ല, പറയാം. അപ്പോൾ അതുപോലെ വ്യാജരേഖയിൽ ഇറക്കുമതി ചെയ്ത് അത് റീസെൽ ചെയ്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ 5-നും 10-നും എടുക്കുന്ന വണ്ടി 30-നും 40-നും ഒക്കെ വിൽക്കുന്ന പ്രവണത കൂടുതൽ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ഓപ്പറേഷനെ പറ്റി അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മളെ അറിവുകളും നിങ്ങളെ അറിവുകളും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ശരി.